So in this video we are going to learn the main three components of any IoT device. Okay. So ഒരു IoT ഡിവൈസിന് ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. സോ അതെന്തൊക്കെയാണ്? ട്രാൻസ്ഡ്യൂസർ, സെൻസർ ആൻഡ് ആക്ട്വേറ്റർ. ഓക്കെ. സോ ട്രാൻസ്ഡ്യൂസർ, സെൻസർ ആൻഡ് ആക്ട്വേറ്റർ ആണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഓക്കെ. സോ എല്ലാ സ്മാർട്ട് ഡിവൈസസിനും നമുക്ക് ഈ മൂന്ന് കമ്പോണൻസ് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ കാണാം ട്രാൻസ്ഡ്യൂസർ അല്ലേ. ട്രാൻസ്ഡ്യൂസർ എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ് ഒരു ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലുള്ള എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ. അതായത് ഇൻപുട്ട് എനർജി വൺ ഫോമിലാവും ആൻഡ് അത് ഔട്ട്പുട്ട് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അത് വേറെ ഫോമായിരിക്കും. ഓക്കെ, അതാണ് ഒരു ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇനി സെൻസർ എന്താ നോക്കാം. ഓക്കെ, സോ അപ്പം നമുക്കിവിടെ കാണാം ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, അതേപോലെ തന്നെ സെൻസറും ഉണ്ട്, ആക്ട്വേറ്ററും ഉണ്ട് അല്ലേ. അപ്പോൾ സെൻസർ എന്താ, ആക്ട്വേറ്റർ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്യും അല്ലേ. അതാവും ഇൻപുട്ടായിട്ട് വരിക. ഈ സെൻസർ സെൻസ് ചെയ്യുന്ന സിഗ്നലാവും ഇൻപുട്ട് സിഗ്നലായിട്ട് വരിക. ഓക്കെ, എന്നിട്ട് പിന്നെ അത് പ്രോസസ്സറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. എന്നിട്ട് ആ പ്രോസസ്സറിൻ്റെ ഉള്ളിലാണ് ഈ ഇൻപുട്ട് സിഗ്നലിനെ വേറൊരു ഫോമിലേക്ക് ആക്കുക. ഓക്കെ, എന്നിട്ട് വേറൊരു ഫോമിലേക്ക് ആക്കിയ ഔട്ട്പുട്ട് സിഗ്നൽ ആക്ട്വേറ്റർ കൂടെ പുറത്തേക്കാണ് വരിക. ഓക്കെ, ആക്ട്വേറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആക്ഷൻസ് പെർഫോം ചെയ്യുന്നതാവുക. അത് ചിലപ്പോൾ എന്താവും, ഒരു റൊട്ടേഷൻ ആവുക, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണതാവുക. ഓക്കെ, അപ്പോൾ സെൻസർ എന്ന് പറഞ്ഞാൽ അതൊരു സെൻസിങ് യൂണിറ്റാണ്. ആക്ട്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയുക, ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന, ഒരു ഫിസിക്കൽ ആക്ഷൻ പെർഫോം ചെയ്യുന്നതാണ് ആക്ട്വേറ്റർ. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി ഡെഫിനിഷൻ ഓഫ് സെൻസർ. ഓക്കെ, സോ സെൻസർ എന്താണ്? സെൻസർ ഇസ് എ ഡിവൈസ് ഓർ എ മെറ്റീരിയൽ ദാറ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യലാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഓഫ് സെൻസർ എന്താവും, ഇലക്ട്രിക്കൽ സിഗ്നലാവും. നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്ത ആ എൻവിറോൺമെൻറ്റിൽ നിന്ന് ഡിറ്റക്ട് ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നലാവും സെൻസറിൻ്റെ ഔട്ട്പുട്ട്. അത് പിന്നെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് ആണ്. ഓക്കെ, സോ സെൻസർ പെർഫോംസ് ദ ഫംഗ്ഷൻ ഓഫ് സെൻസിങ് അല്ലേ. സെൻസർ എന്ന് പറഞ്ഞാൽ സെൻസിങ് ആണ്, അവർ ഡിറ്റക്ടിങ് ഫിസിക്കൽ ചേഞ്ചസ്. ഇപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക, പ്രഷർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫോഴ്സ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു ഫിസിക്കൽ ചേഞ്ച് സെൻസ് ചെയ്യലാണ് സെൻസർ. ഓക്കെ, സോ ഇൻ എ സിസ്റ്റം ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആക്ഷനിലെ ഒരു സ്റ്റിമുലസ് ആണ്. സോ അത് കാരണം ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്യലാണ് സെൻസറിൻ്റെ റോള്. ഇപ്പോൾ ഇൻപുട്ട് എന്താണ്, ഫിസിക്കൽ പാരാമീറ്റർ ഉണ്ടാവുക. എക്സാമ്പിൾ എന്താ, ടെമ്പറേച്ചർ ആവുക, ലൈറ്റ് ആവുക, ഗ്യാസ് ആവുക, പ്രഷർ ആവുക, സൗണ്ട്, ഇതൊക്കെ ഒരു ഇൻപുട്ട് ആവുക. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നമ്മുടെ റൂമിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പം ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു വോൾട്ടേജാണ് ഒരു ഔട്ട്പുട്ട് വരിക, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സാണ്, കുറേ സെൻസേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഓരോ സെൻസറിൻ്റെ ഇതാണ് ഇവിടെ കാണിച്ചത്. ഇത് കണ്ടോ, ഒരു ടെമ്പറേച്ചർ സെൻസറാണ്, ഇതൊരു ഗ്യാസ് സെൻസർ ഇങ്ങനെ ഉണ്ടാവുക, ഒരു അൾട്രാസോണിക് സെൻസർ, ഒരു ക്യാമറ സെൻസർ, ഒരു LDR സെൻസർ, ഒരു ഫ്ലെയിം സെൻസർ, ഒരു റെയിൻ സെൻസർ, ഒരു PIR സെൻസർ. ഓക്കെ, PIR എന്ന് പറഞ്ഞാൽ മോഷൻ ഡിറ്റക്റ്റിംഗ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സെൻസേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സെൻസേഴ്സിൻ്റെ ഒക്കെ ഒരു ഫോമാണ്. നെക്സ്റ്റ് ആക്ട്വേറ്റേഴ്സ് എന്താ നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ആക്ട്വേറ്റേഴ്സ്? ആൻ ആക്ട്വേറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് കൺവേർട്ട് ഇൻ ടു എ ഫിസിക്കൽ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ തന്നെ മനസ്സിലാവും എന്താണ്, ഈ സെൻസർ ഇൻപുട്ടായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കും അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കും, അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ എടുത്ത് പ്രോസസ്സറിൻ്റെ ഉള്ളിൽ നിന്ന് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയി ഉണ്ടാവും അല്ലേ. ഈ സെൻസറിന് തന്നെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ് അത് വരിക. എന്നിട്ട് ഈ ആക്ട്വേറ്ററിൻ്റെ ഉള്ളിലേക്ക് എന്താ പോണത്, ഇലക്ട്രിക്കൽ സിഗ്നലാണ് ആക്ട്വേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോണത്. ആ ആക്ട്വേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്താക്കുക, ഒരു ഫിസിക്കൽ സിഗ്നലായിട്ട് പുറത്തേക്ക് വരികയാണ്, ഒരു ആക്ഷനായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. എന്താണ്, ആക്ട്വേറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, അപ്പം സെൻസറിൻ്റെ അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലാണ് ആക്ട്വേറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതിന് എന്നിട്ട് ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റോ ഒരു ആക്ഷനോ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ആക്ട്വേറ്റർ ചെയ്യുക. ഓക്കെ, സോ എക്സാമ്പിൾസ് എന്താ, DC മോട്ടർ, സെർവോ മോട്ടർ, റിലേ, സോളിനോയിഡ് വാൽവ്, LED, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, DC മോട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി വരുമ്പം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ, ഫാനൊക്കെ DC മോട്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഇപ്പം സെർവോ മോട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെ സെർവോ മോട്ടറാണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ LED എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ LEDൻ്റെ ഒരു എക്സാമ്പിളാണ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താക്കുന്നത്, ഓട്ടോമാറ്റിക് ഡോറ്, സ്മാർട്ട് ഇറിഗേഷൻ, റോബോട്ടിക്സ്, നേരത്തെ പറഞ്ഞ പോലെ സെർവോ മോട്ടറൊക്കെ റോബോട്ടിക്സിലാണ് യൂസ് ചെയ്യുക. പിന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ്, ഹോം അപ്ലയൻസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, സോ ഇതാണ് ഓരോ ആക്ട്വേറ്റേഴ്സ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. DC മോട്ടർ ഇങ്ങനെ ഉണ്ടാവും,
അല്ലെ, DC മോട്ടർ, സെർവോ മോട്ടർ, സ്റ്റെപ്പർ മോട്ടറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. പിന്നെ റിലേ, അതേപോലെ സോളിനോയിഡ് വാൾവ്, ബസറൊക്കെ ഒരു ഔട്ട്പുട്ടായി വരും, LED ലൈറ്റ്, ഇതൊക്കെ എന്താണ് ഓരോ ആക്ടിവേറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന് ഒരു മൂവ്മെൻറ്റ്, ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റായി മാറുക ഈ ആക്ടിവേറ്റേഴ്സ് കൂടെയാണ്. ഓക്കെ, സോ വെറൈറ്റി ഓഫ് IoT ഡിവൈസസ്. ഓക്കെ, ഇൻക്ലൂഡ്സ്. അപ്പം നമ്മൾ ഈ IoT ഡിവൈസസ് ആണ് ഇപ്പം IoT ആണല്ലോ പറയുന്നത്. അപ്പോൾ IoT ഡിവൈസസ് കുറേ വെറൈറ്റീസ് ഓഫ് IoT ഡിവൈസസ് ഉണ്ട്. ഓക്കെ, ആ ഓരോന്ന് എന്താ നോക്കാം. അപ്പോൾ IoT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മാർട്ട് ഹോമോ അങ്ങനെ മാത്രമല്ല, വൈഡ് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസിൽ IoT ഡിവൈസസ് ഉണ്ട്. ഓക്കെ, സോ വിച്ച് ഇൻക്ലൂഡ്സ് വെയറബിൾസ്, ഹോം അപ്ലയൻസസ്, ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രിയൽ മെഷീൻസ്, LED ലൈറ്റ് എക്സെട്ര. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് TV, അല്ലെങ്കിൽ സ്മാർട്ട് കാർ, സ്മാർട്ട് AC, സ്മാർട്ട് റെഫ്രിജറേറ്റർ, ഇതൊക്കെ എന്താ നമ്മളെ വീട്ടിലുള്ളതാണ് അല്ലേ. അത് കൂടാതെ സ്മാർട്ട് അഗ്രികൾച്ചർ ഉണ്ട്, സ്മാർട്ട് ഫാക്ടറീസ് ഉണ്ട്, സ്മാർട്ട് സിറ്റി അല്ലേ, അതൊക്കെ ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ് are part of large systems that process their data to make decisions or trigger further actions. ഓക്കെ, അപ്പോൾ കൂടുതലും ലാർജ് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഒരു സോയിൽ മോയ്സ്ചർ സെൻസർ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു അഗ്രികൾച്ചറിന്, ഒരു ഫാമിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സോയിൽ മോയ്സ്ചർ സെൻസർ ഉണ്ട്, സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടിന്യൂസ്ലി അത് സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇൻ എ ഗാർഡൻ. ഓക്കെ, ഒരു ഗാർഡനിൽ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക, സോയിൽ മോയ്സ്ചർ സെൻസർ ഇൻ എ ഗാർഡൻ. ഓക്കെ, അപ്പോൾ ഗാർഡനിൽ ഒരു സോയിൽ മോയ്സ്ചർ സെൻസർ ഉണ്ട്. ഓക്കെ, അതെന്താണ് കണ്ടിന്യൂസ്ലി മോയ്സ്ചർ സോയിലിൻ്റെ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. ക്യാൻ ഒപ്റ്റിമൈസ് വാട്ടറിങ് സ്കെഡ്യൂൾസ് ബേസ്ഡ് ഓൺ ഡാറ്റ അനാലിസിസ്. ഓക്കെ, അപ്പം വെള്ളം മോയ്സ്ചർ ലെവൽ ചെക്ക് ചെയ്തിട്ട് ഈ പൈപ്പിൻ്റെ വാൾവ് ഓപ്പൺ ആക്കുക, അപ്പോൾ താനെ ഒറ്റയ്ക്ക് പ്ലാന്റ്സിന് വെള്ളം റിസീവ് ആവും. ഓക്കെ, ഇതൊരു IoTൻ്റെ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ അഗ്രികൾച്ചറിലൊക്കെ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷനാണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അനദർ ടോപ്പിക്, ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoT. ഓക്കെ, ഫിസിക്കൽ ഡിസൈൻ, അതായത് ഈ IoTൻ്റെ ഫിസിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹാർഡ്വെയർ ഫിസിക്കൽ ഡിസൈൻ. ഓക്കെ, സോ ഫിസിക്കൽ ഡിസൈൻ ഓഫ് an IoT system refers to the individual node devices and their protocols that are utilized to create a functional IoT ecosystem. ഓക്കെ, അപ്പോൾ IoT ഡിസൈൻ, ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoT സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ നോഡ്സ് അല്ലേ, പിന്നെ ആ ഓരോ ഇൻഡിവിജ്വൽ നോഡ്സ് യൂസ് ചെയ്യണ അതിൻ്റെ പ്രോട്ടോക്കോൾസ്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഈച്ച് നോഡ് ഡിവൈസ് ക്യാൻ പെർഫോം ടാസ്ക് സച്ച് ആസ് റിമോട്ട് സെൻസിങ്, ആക്ടിവേറ്റിംഗ്, മോണിറ്ററിങ് എക്സെട്ര. അപ്പോൾ ഓരോ ഡിവൈസസിനും എന്താ സെൻസിങ് നടത്തുക, ആക്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റർ വെച്ചിട്ട് ആക്ഷൻ കൊടുക്കുക, മോണിറ്ററിങ് നടത്തുന്നതൊക്കെ എല്ലാ ഓരോ ഡിവൈസസിനും പറ്റും ബൈ റിലൈങ് ഓൺ ഫിസിക്കൽ കണക്റ്റഡ് ഡിവൈസസ്. ഓക്കെ, ഇപ്പോൾ ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടാകും. കാരണം IoT എന്ന് പറഞ്ഞാൽ എന്താ, തിങ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഓഫ് ഡിവൈസസ് അല്ലേ. സോ ഇറ്റ് മേ ഓൾസോ ബി കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ത്രൂ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയർലെസ് ഓർ വയർഡ് കണക്ഷൻസ്. ഓക്കെ, സോ ദ തിങ്സ് ഓർ ഡിവൈസസ്. അപ്പോൾ നമ്മൾ IoTയിൽ പറയുന്ന തിങ്സ് ഓർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിൽഡിംഗ് കണക്ഷൻസ്, ഡാറ്റ പ്രോസസ്സിങ്, പ്രൊവൈഡിങ് സ്റ്റോറേജ്, പ്രൊവൈഡിങ് ഇൻ്റർഫേസസ്, പ്രൊവൈഡിങ് ഗ്രാഫിക്കൽ ഇൻ്റർഫേസസ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. സോ IoTൻ്റെ ഫിസിക്കൽ ഡിസൈനാണ് നമ്മൾ പറയണത് അല്ലേ. അപ്പോൾ IoTക്ക് എന്താണ്, ഫിസിക്കൽ ഡിസൈനും ഉണ്ട്, ലോജിക്കൽ ഡിസൈനും ഉണ്ട്. മെയിനായിട്ട് രണ്ട് ഡിസൈൻസ് ഉണ്ട് IoTക്ക്, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ. അതിൽ ഫിസിക്കലാണ് നമ്മളിപ്പോൾ പറയണത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, പേര് തന്നെ നമുക്കിപ്പോൾ ഹാർഡ്വെയർ കമ്പോണൻസ് ഒക്കെ അല്ലേ, നമുക്കിപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സെൻസർ, ആക്ടിവേറ്റർ, ഒരു പ്രോസസ്സർ, ഇതൊക്കെ എന്താണ് ഒരു ഫിസിക്കൽ ഡിസൈനാണ്. ഓക്കെ, സോ ഈ ഫിഗർ കണ്ടില്ലേ. ഓക്കെ, ഇതൊരു ഫിസിക്കൽ ഡിസൈൻ്റെ കമ്പോണൻസ് ആണ് അല്ലേ. ഫിസിക്കൽ ഡിസൈൻ്റെ കമ്പോണൻസ് ആണ്, ഫിസിക്കൽ ഡിസൈനാണ് പറയുന്നത്, അതിലുള്ള ഒരു കമ്പോണൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കമ്പോണൻറ്റ് നമുക്ക് കാണാം, കണക്ടിവിറ്റി അല്ലേ. കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്. ഈ കണക്ടിവിറ്റി കമ്പോണൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഡിവൈസസിനൊക്കെ വേറെ ഡിവൈസായിട്ട്, അത് IoT ഡിവൈസസും ബാക്കി ഡിവൈസസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ടിവിറ്റി എന്നുള്ള ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ അവിടെ എന്താ കൊടുത്തത്, USB ഹോസ്റ്റ് അല്ലേ, അതേപോലെ RJ45 എതർനെറ്റ്, അതൊക്കെ പറഞ്ഞു. അപ്പോൾ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പേരിന് മനസ്സിലാവും, കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ USB ഒക്കെ നമ്മൾ എന്തിനാണ്, ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ പ്രോഗ്രാമിങ്ങിനൊക്കെ യൂസ് ചെയ്യും. പിന്നെ RJ45 എന്തിനാണ്, വയേർഡ് ഇൻ്റർനെറ്റാണ്. എതർനെറ്റൊക്കെ എന്താ, വയേർഡ് ഇൻ്റർനെറ്റാണ് അല്ലേ. ഓക്കെ, സോ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിന്, IoT ഡിവൈസസിന് വേറെ ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാനാണ് കണക്ടിവിറ്റി എന്നുള്ളത്. ഓക്കെ, കമ്പോണൻറ്റ്. നെക്സ്റ്റ് കമ്പോണൻറ്റ് നമുക്ക് കാണാം പ്രൊസസ്സർ. ആസ് വി നോ, പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ, CPU എന്ന് പറഞ്ഞാൽ എന്താ, IoT സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ ആണ് അല്ലേ, മെയിൻ വർക്കിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അവിടെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യും, കാൽക്കുലേഷൻസ് നടത്തും, ഡിസിഷൻസ് മേക്ക് ചെയ്യും, അതേപോലെ തന്നെ സെൻസറിനെ ആക്ടിവേറ്ററിനൊക്കെ കൺട്രോൾ ചെയ്യുക എവിടെയാണ്, ഈ CPUൻ്റെ ഉള്ളിലാണ്, പ്രൊസസ്സറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതിന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓഡിയോ ഓർ വീഡിയോ ഇൻ്റർഫേസ് അല്ലേ. ഓഡിയോ ഓർ വീഡിയോ ഇൻ്റർഫേസ് അതെന്താണ്, ഓഡിയോ വീഡിയോ എന്ന് വെച്ചാൽ ഈ മൾട്ടിമീഡിയക്കൊക്കെ വേണ്ടി, ഫോട്ടോസ്, ഇമേജസ്, വീഡിയോസ് അങ്ങനത്തേനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് HDMI കാണാം. ഓക്കെ, HDMI എന്ന വീഡിയോ ഒരു ഫോട്ടോ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ. പിന്നെ എന്താണ് 3.5 mm ഓഡിയോ അല്ലേ, അതെന്താണ് ഒരു ഔട്ട്പുട്ട് ഓഡിയോ ആണ്. പിന്നെ RCA വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓഡിയോ ഓൾഡ് ആയിട്ടുള്ളൊരു വീഡിയോ കണക്ഷനാണ്. ഓക്കെ, സോ അതാണ് ആ ബ്ലോക്കിൽ പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാണാം, ഇവിടെ താഴെ മെമ്മറി ഇൻ്റർഫേസ് കാണാം അല്ലേ. ഈ മെമ്മറി ഇൻ്റർഫേസ് എന്താണ്, പ്രോഗ്രാംസും ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാനാണ് മെമ്മറി ഇൻ്റർഫേസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എന്തുണ്ട്, നാൻഡ് ഓർ നോർ അല്ലേ. എന്താ നമുക്കറിയില്ല, നാൻഡ് നോറൊക്കെ എന്താന്ന്, ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് ആണ് അല്ലേ അതൊക്കെ. പിന്നെ DDR2 ഓർ DDR3 ഉണ്ട്. ഓക്കെ, അതൊക്കെ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗ്രാഫിക്സ്. സോ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ GPU അല്ലേ, GPU ആണ്, ഗ്രാഫിക് പ്രോസസ്സ് ചെയ്യാനാണ് GPU. ഓക്കെ, സോ ഈ GPU എവിടെ ഉണ്ട്, നമ്മളെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് TVയിലൊക്കെ ഗ്രാഫിക്സ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് ബ്ലോക്ക്. പിന്നെ സ്റ്റോറേജ് ഇൻ്റർഫേസ് ഉണ്ട്. സ്റ്റോറേജ് ഇൻ്റർഫേസ് എന്താണ്, നമുക്ക് വേരിയസ് ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ അല്ലേ, ഫയൽസും അങ്ങനത്തെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ. SD കാർഡൊക്കെ അറിയാമല്ലേ. MMC ഒക്കെ എന്താണ്, ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ഒരു ഡാറ്റ ലോഗിങ് അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമുക്ക് കാണാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസസ് അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ഇതെന്തിനാണ്, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഫോർ സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ്. ഓക്കെ, അതായത് ഈ സെൻസേഴ്സിനെയും ആക്ച്വേറ്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഈ IO ഇൻ്റർഫേസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട്, അതായത് ഈ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ് അല്ലേ. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാണ്. സോ ഈ സെൻസറിനെ ആക്ച്വേറ്ററിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്, UART ഉണ്ട്. UART എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ SPI എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SPI. ഓക്കെ, പിന്നെ I2C എന്ന് പറഞ്ഞാൽ എന്താ, I2Cയിൽ 2 വയറുണ്ട്. I2C2 എന്ന് പറഞ്ഞാൽ 2 വയറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സെൻസറിങ്, ടെമ്പറേച്ചർ സെൻസിങ്ങിനൊക്കെ നമ്മൾ I2C യൂസ് ചെയ്യും കമ്മ്യൂണിക്കേഷന്, ഈ സെൻസറും ആക്ച്വേറ്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്. ഓക്കെ, സോ ഇതാണ് മെയിൻ കമ്പോണൻസ് ഓഫ് എ ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoT. ഓക്കെ, ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoTയിൽ മെയിനായിട്ട് 7 കമ്പോണൻസ് ഉണ്ട്. കണക്ടിവിറ്റി, പ്രോസസ്സർ, ഓഡിയോ ഓർ വീഡിയോ ഇൻ്റർഫേസ്, മെമ്മറി ഇൻ്റർഫേസസ്, ഗ്രാഫിക്സ്, സ്റ്റോറേജ് ഇൻ്റർഫേസസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. ഓക്കെ, സോ ഇതാണ് ഫിസിക്കൽ ഡിസൈനിലെ മെയിനായിട്ടുള്ള 7 കമ്പോണൻസ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താ, IoT ഡിവൈസസ് ആർ കമ്പോസ്ഡ് ഓഫ് എ ഫിസിക്കൽ ഡിസൈൻ ആൻഡ് ലോജിക്കൽ ഡിസൈൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ IoT ഡിവൈസസിൽ എന്തുണ്ട്, ഫിസിക്കൽ ഡിസൈനും ഉണ്ട്, ലോജിക്കൽ ഡിസൈനും ഉണ്ട് അല്ലേ. സോ ദ ഫിസിക്കൽ ഡിസൈൻ ഇൻക്ലൂഡ്സ് ടാഞ്ചിബിൾ കമ്പോണൻസ് യു ക്യാൻ സീ ആൻഡ് ടച്ച്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡിസൈനിൽ എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാനും നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്ന തിങ്സാണ് ഫിസിക്കൽ കമ്പോണൻറ്റിലുള്ളത്. ഓക്കെ, ഒരു ഫിസിക്കൽ തിങ്, ഫോർ എക്സാമ്പിൾ എന്താ, മൈക്രോ കൺട്രോളർ, സെൻസർ, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. അതാണ് ഒരു ഫിസിക്കൽ തിങ്ങിൻ്റെ ഉള്ളിലുള്ളത്, ഫിസിക്കൽ ഡിസൈനിൻ്റെ ഉള്ളിലുള്ളത്. ദീസ് കമ്പോണൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഗ്യാദറിങ് ആൻഡ് ഷെയറിങ് റിയൽ വേൾഡ് ഡാറ്റ. ഓക്കെ, പിന്നെ ലോജിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓർ ദ ബ്രെയിൻ അല്ലേ, IoTൻ്റെ ബ്രെയിൻ ആണ് ലോജിക്കൽ ഡിസൈൻ. ഇതിങ്ങനെയാണ്, ഈ ഡാറ്റ നമ്മളിപ്പോൾ ഇൻപുട്ടായിട്ട് എടുത്ത ഡാറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യും, അതിനെങ്ങനെ മാനേജ് ചെയ്യും, അതൊക്കെ നോക്കുന്നതാണ് ഈ ലോജിക്കൽ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡിസൈനിൽ ഫിസിക്കൽ തിങ് ആണുള്ളത്. ഈ ലോജിക്കൽ ഡിസൈനിൽ എന്താണ്, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യും, അങ്ങനെയൊക്കെ. So it involves the software, data protocols and architecture that make sense of information collected by the physical components. അപ്പോൾ ഫിസിക്കൽ കമ്പോണൻസ് കളക്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഡാറ്റനെ എങ്ങനെ അതിൽ സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യും, ഡാറ്റ പ്രോട്ടോക്കോൾ എങ്ങനെ, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെ, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാം അല്ലേ. സോ അതൊക്കെയാണ് ഈ ലോജിക്കൽ ഡിസൈൻ്റെ റോള്. സോ ബോത്ത് ഓഫ് ദീസ് ആസ്പെക്ട്സ് ആർ ക്രിട്ടിക്കൽ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പം രണ്ടും ഇൻ്റർഡിപ്പെൻഡൻറ്റും ആണ്, അതേപോലെ തന്നെ ക്രിട്ടിക്കലും ആണ്. അഡ്വാൻസ്ഡ് സെൻസേഴ്സ്, അതായത് ഫിസിക്കലായിട്ടുള്ള ആ യൂസ്ലെസ് വിതൗട്ട് പ്രോപ്പർ ഡാറ്റ. അപ്പോൾ കറക്റ്റ് ഡാറ്റ പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ കറക്റ്റ് ലോജിക്കൽ ഇൻപുട്സ് ഇല്ലാതെ ഫിസിക്കലായിട്ടുള്ള സെൻസറിനെ കൊണ്ട് നമുക്കൊരു കാര്യമില്ല. ആൻഡ് ആൻ എഫിഷ്യൻറ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ റിക്വയർസ്. ഓക്കെ, അതേപോലെ തന്നെ വൈസ് വേഴ്സ ഒരു ലോജിക്കൽ, കറക്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എഫിഷ്യൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് റിലയബിൾ ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ ഫങ്ഷൻസും കിട്ടണം. ഓക്കെ, സോ അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നോഡ് ഡിവൈസ് ആർ യൂസ് ടു ബിൽഡ് എ കണക്ഷൻ. അപ്പോൾ നോഡ് ഡിവൈസസ്, ഒരു നോഡ് ഡിവൈസ് എന്താണ്, നമുക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നോഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോഡ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു ബിൽഡ് കണക്ഷൻ, പ്രോസസ് ഡാറ്റ, പ്രൊവൈഡ് ഇൻ്റർഫേസസ് ആൻഡ് സ്റ്റോർ ഇൻ ആൻ IoT സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക, ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻ്റർഫേസസ് പ്രൊവൈഡ് ചെയ്യുക, കണക്ഷൻ ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഇതിനൊക്കെയാണ് എന്താണ് നോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജനറേറ്റ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ് ബൈ IoT സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാം ടു പെർഫോം ഓപ്പറേഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ സിസ്റ്റം. ഓക്കെ, സോ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഡിവൈസസ്, അതായത് ഈ ഒരു ഫിഗറത്തെ ഓരോ പാർട്സാണ് ഇവിടെ ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ കണക്ടിവിറ്റി എന്താണ്, ഡിവൈസസ് ലൈക്ക് USB, എതർനെറ്റൊക്കെ കണക്ടിവിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യും, ഡിവൈസസും സെർവേഴ്സും തമ്മിലുള്ള കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യും. പ്രൊസസ്സർ എന്താണ്, CPU അല്ലേ, അതെന്താണ്
ഡിസിഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ് എന്താണ്? HDMI RC ഒക്കെ ഡിവൈസസ് റെക്കോർഡ് ഓഡിയോ ആൻഡ് വീഡിയോ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് എന്താണ്? UART SPI I2C ഒക്കെ പോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് കൊടുക്കും സെൻസേഴ്സിനും ആക്ടിവേറ്റേഴ്സിനൊക്കെ. സ്റ്റോറേജ് ഇൻ്റർഫേസ് പറഞ്ഞാൽ എന്താണ്? IoT ഡിവൈസസ് ലൈക്ക് SD കാർഡ് ഒക്കെ പോലെ അല്ലേ, ജനറേറ്റ് സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ജനറേറ്റ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനാണ് സ്റ്റോറേജ് ഇൻ്റർഫേസ് ഉള്ളത്. പിന്നെ കൺട്രോൾ ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഹോൾ ഇൻപുട്ട് ഡിവൈസസിനൊക്കെ DDR GPU കൺട്രോൾസൊക്കെ എന്താണ് ഓഫ് IoT സിസ്റ്റം ഹോൾ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി കോമൺ IoT ഡിവൈസസ് അല്ലേ. IoT എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ കോമൺ ഡിവൈസസ് ഏതൊക്കെയാണ്? ഒരു സ്മാർട്ട് കാർ, ഒരു സ്മാർട്ട് ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, സ്മാർട്ട് സെക്യൂരിറ്റി ക്യാമറ, സ്മാർട്ട് ലോക്ക്, സ്മാർട്ട് വാച്ച്, ഫിറ്റ്നസ് ട്രാക്കേഴ്സ്, സ്മാർട്ട് സ്പീക്കർ, സ്മാർട്ട് തെർമോസ്റ്റാറ്റ്, ഇതൊക്കെ എന്താണ്? IoTൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ നെക്സ്റ്റ് ഇസ് ദ 4-stage IoT ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ അതൊരു 4-stage IoTൻ്റെ ആർക്കിടെക്ചറാണ്. ഓക്കെ, സോ ടിൽ നൗ വി ഹാവ് ലേൺ സെൻസേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു ഡാറ്റ കളക്ട് ചെയ്യുക, അതെങ്ങനെ ഒരു സെൻസർ കളക്ട് ചെയ്തിട്ട് ഒരു ഫോണിലെത്തുക, അങ്ങനെയൊക്കെയുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ ഒരു CCTV ആണെങ്കിൽ ആ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് നമ്മൾ ഫോണിൽ വ്യൂ ചെയ്യാൻ പറ്റും അല്ലേ. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെയേർഡ് ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. ഓക്കെ, ആണ് 4-stage IoT ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സ്റ്റേജസ് ആണ്? ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, ഡാറ്റ പ്രോസസ്സിംഗ് ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ ഉണ്ട്, സെൻസിങ് ലെയർ ഉണ്ട് അല്ലേ. അങ്ങനെ 4 ലെയർ ഓഫ് IoT ആർക്കിടെക്ചറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, അതായത് താഴേന്ന് സെൻസിങ് ആണല്ലോ ഫസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആണ് സെൻസിങ് ലെയർ. സെൻസിങ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണാം ഡാറ്റ ഗ്യാതറിംഗ് അല്ലേ. അപ്പോൾ സെൻസിങ് ലെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഗ്യാതറിംഗ് ആണ്. ഇതാണ് ഈ IoT സിസ്റ്റത്തിലെ ഫസ്റ്റ് ലെയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജോബ് എന്താണ്? ഡാറ്റാസ് കളക്ട് ചെയ്യുക അല്ലേ. സറൗണ്ടിങ് എൻവിറോൺമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ ഒബ്ജക്റ്റാണ് സെൻസേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ആണ് ഈ സെൻസിങ് ലെയറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സറൗണ്ടിങ്സിൽ നിന്ന് എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്യലാണ് സെൻസറിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്മാർട്ട് ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയിൽ മോയ്സ്ചർ സെൻസർ ഉണ്ടാവും അല്ലേ. ആ സെൻസർ ഇങ്ങനെ സോയിൽ വെറ്റാണോ ഡ്രൈ ആണോ എന്ന് സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് ആ ഇൻഫർമേഷൻസ് എന്താണ് കളക്ട് ചെയ്യും. അതിനാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്, അതായത് ഡാറ്റ ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ടിവേറ്ററിനോട് പറയില്ലേ. അപ്പോൾ ആക്ടിവേറ്റർ എന്താക്കും? പൈപ്പ് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണ് നടക്കുക. ഓക്കെ, സെൻസിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്? നെറ്റ്വർക്ക് ലെയർ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ലെയർ ഇസ് ദ നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ ഇവിടെ കാണാം. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ എന്താണ്? ഇൻ്റർനെറ്റ് ഗേറ്റ്വേ, നെറ്റ്വർക്ക് ടെക്നോളജി ഒക്കെ ഉണ്ട് അല്ലേ. ഡാറ്റ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത ഡാറ്റാസൊക്കെ സെൻസിങ് ഡിവൈസിൽ നിന്ന് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ക്ലൗഡിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഈ നെറ്റ്വർക്ക് ലെയർ ഉള്ളത് അല്ലേ. അപ്പോൾ സെൻസർ ഈ സെൻസ് ചെയ്തെടുത്ത ഇൻപുട്ട് ഡാറ്റ എന്താക്കുക? നമ്മൾ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്കൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അതിനാണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ ലെയർ, അതായത് നെറ്റ്വർക്ക് ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഇതിലെന്താണ്? ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഉണ്ട്, അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഗേറ്റ്വേ ഉണ്ട്, നെറ്റ്വർക്ക് ടെക്നോളജി ഉണ്ട്. നെക്സ്റ്റ് ആണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ മെയിൻ CPU അല്ലേ, ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുക അല്ലേ. അപ്പോൾ പ്രോസസ്സിംഗ് ലെയറാണ് പ്രോസസ്സിംഗ് ലെയറാണ്. ഇവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, പിന്നെ ഡിസിഷൻ യൂണിറ്റ് ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്താണോ കൊടുത്തത് അതിനനുസരിച്ചിട്ട് ഇത് ആക്ട് ചെയ്യുക. ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുക, അതെന്താ ചെയ്യേണ്ടതെന്ന് അത് ആക്ട് ചെയ്തിട്ട് പെർഫോം ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക, ഡാറ്റ അനലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ യൂണിറ്റിൻ്റെ റോള്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് 40 ഡിഗ്രി റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ ഫാൻ ഓൺ ആവണം. ആ ഡിസിഷനൊക്കെ എടുക്കുക ആരാണ്? ഈ യൂണിറ്റാണ് അല്ലേ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇവിടെ കാണാം ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഒരു യൂസറിന് വിസിബിൾ ആവുന്ന ലെയർ അല്ലേ. എല്ലാ ആപ്ലിക്കേഷൻസിലും അങ്ങനെ തന്നെ. ആപ്ലിക്കേഷൻ ലെയറാണ് യൂസറിന്, അതായത് സ്മാർട്ട് ആപ്ലിക്കേഷൻ കണ്ടോ, യൂസറിന് വിസിബിൾ ആയിട്ടുള്ള ലെയർ ആപ്ലിക്കേഷൻ ലെയറാണ്. ഓക്കെ, സ്മാർട്ട് ആപ്ലിക്കേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ അതൊക്കെ എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാച്ച് ആണെങ്കിൽ ആ വാച്ചിൻ്റെ ഡിസ്പ്ലേ ഇല്ലേ, അതാണ് അവിടുത്തെ ആപ്ലിക്കേഷൻ ലെയർ. അതാണല്ലോ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുക, യൂസറിന് വ്യൂ ചെയ്യാൻ പറ്റുക. അതാണ് അവിടുത്തെ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, സോ 4-stage IoT ആർക്കിടെക്ചർ പറഞ്ഞു. ഡാറ്റ ഫ്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആരോ മാർക്ക് ലെഫ്റ്റിൽ. ഏതൊക്കെ ലെയർ? സെൻസിങ് ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ ഉണ്ട്, ഡാറ്റ പ്രോസസ്സിംഗ് ലെയർ ഉണ്ട്, ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് IoT പ്രോട്ടോക്കോൾസ്. ഇതൊക്കെ ഫിസിക്കൽ ഡിസൈൻ. നമ്മൾ പറഞ്ഞ IoTക്ക് ഫിസിക്കൽ ഡിസൈനുണ്ട്, ലോജിക്കൽ ഡിസൈനുണ്ട് അല്ലേ. ഫിസിക്കൽ ഡിസൈനിലുള്ളതാണ് ഈ പറയുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഫിസിക്കൽ ഡിസൈനിൽ നമ്മൾ ആദ്യം ഒരു ബ്ലോക്ക് പറഞ്ഞു, കമ്പോണൻസ്, കണക്ടിവിറ്റി, അതൊക്കെ പറഞ്ഞല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഫിസിക്കൽ ഡിസൈനിൻ്റെ ആർക്കിടെക്ചറാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് IoT പ്രോട്ടോക്കോൾസ്. അപ്പോൾ IoT പ്രോട്ടോക്കോൾസ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ IoT ഡിവൈസസ്, അതായത് നോഡ് ഡിവൈസസ് ആൻഡ് ക്ലൗഡ് ബേസ്ഡ് സെർവേഴ്സ് ഓഫ് ദ ഇൻ്റർനെറ്റ്. It helps to send commands to IoT devices and receive data from an IoT device over the internet. Okay,
സോ IoT പ്രോട്ടോക്കോൾ ഇപ്പോൾ ആലേക്ക് രണ്ട് ആൾക്കാരുണ്ട്, ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ മലയാളം, ഒരാൾ തമിഴും. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലേ. അപ്പോൾ എന്താണ് അതിൽ ബുദ്ധിമുട്ടുണ്ടാവും, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെ പല ഡിവൈസസിനും പല വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആവും അല്ലേ. അപ്പം ഈ ഡിവൈസസ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു കോമൺ ലാംഗ്വേജ് വേണം. ആ കോമൺ ലാംഗ്വേജിനാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് സിസ്റ്റം അല്ലേ, ഡിഫറെൻറ്റ് IoT ഡിവൈസസിന് കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് അല്ല, ഒരു സെറ്റ് ഓഫ് റൂൾസാണ് ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസാണ് ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ ഇല്ലാതെ ഡിവൈസസിന് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോളിനെ 4 ലെയറാക്കിയാണ്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് ലിങ്ക് ലെയർ. ഓക്കെ, മുകളിൽ പറഞ്ഞത് എന്തായിരുന്നു, ആർക്കിടെക്ചറാണ് കേട്ടോ. ആർക്കിടെക്ചറും അതേപോലെ തന്നെ പ്രോട്ടോക്കോളും മാറിപ്പോകരുത് കേട്ടോ. പ്രോട്ടോക്കോളിൽ ഏതൊക്കെ ലെയേഴ്സാണ് ഉള്ളത്, ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് ലിങ്ക് ലെയർ. മറ്റൊരുത്ത് ഏതൊക്കെ ആയിരുന്നു, ആപ്ലിക്കേഷൻ, ഡാറ്റ പ്രോസസ്സിങ്, നെറ്റ്വർക്ക്, സെൻസിങ് അല്ലേ. 2 ഡിഫറെൻ്റ് ആണ് ഇതിൽ. ഓക്കെ, സോ ഓരോ ലെയേഴ്സ് എന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ലിങ്ക് ലെയർ, താഴത്ത് ലിങ്ക് ലെയർ നോക്കാം. ഓക്കെ, അപ്പോൾ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് വയറും അങ്ങനത്തെ ഒക്കെ ഫിസിക്കൽ കണക്ഷൻ, ഇപ്പോൾ എതർനെറ്റ്, സെല്ലുലാർ അങ്ങനത്തെ ഒക്കെ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ലിങ്ക് ലെയർ യൂസ് ചെയ്യുന്നത് അല്ലേ. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്രസ്സിങ് അല്ലെങ്കിൽ റൂട്ടിങ് അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് TCP, UDP ഒക്കെ അത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ്. പിന്നെ ആപ്ലിക്കേഷൻ ലെയർ എന്താണ്, യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പറ്റിയ ആപ്ലിക്കേഷൻസിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ ആപ്ലിക്കേഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോ ലെയേഴ്സ് എന്താ നോക്കാം. ഫസ്റ്റ് ലിങ്ക് ലെയറിനെ പറ്റി നോക്കാം. അപ്പോൾ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, ലോവസ്റ്റ്, ഏറ്റവും താഴെ ലോവസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ലെയറാണ്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് ലെയർ എന്താ പറയുന്നത്, എങ്ങനെ ഡിവൈസസിന് ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച് അതറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ലിങ്ക് ലെയറിൽ പറയുന്നത്. So link layer protocols determine how data is physically sent over the network, physical layer or medium. ഓക്കെ, അപ്പോൾ ഫിസിക്കലി എങ്ങനെ സെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ദിസ് ലെയർ ഡിറ്റർമൈൻസ് ഹൗ ദ പാക്കറ്റ്സ്, അപ്പോൾ ഡാറ്റാസ് പാക്കറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. പാക്കറ്റ്സ് എങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാർഡ്വെയർ ഡിവൈസസിൽ മീഡിയം ത്രൂ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നോക്കുക. ഓക്കെ, സോ ലിങ്ക് ലെയറിലുള്ള പ്രോട്ടോക്കോൾസാണ് നമ്മൾ പറയുന്നത്. ലിങ്ക് ലെയറിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഫസ്റ്റ് 1 802.3, അതായത് എതർനെറ്റ് ആണ്. ഓക്കെ, എതർനെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ IEEE ആണ്. IEEE 802.3 സ്റ്റാൻഡേർഡിലാണത്. ഓക്കെ, അപ്പോൾ ഈ എതർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. എതർനെറ്റ് നമുക്ക് പറയാം ലാൻ കേബിളൊക്കെ യൂസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എതർനെറ്റ് ഇസ് എ സെറ്റ് ഓഫ് ടെക്നോളജീസ് ആൻഡ് പ്രോട്ടോക്കോൾസ് ദാറ്റ് ആർ യൂസ്ഡ് primarily in LANs. ഓക്കെ, ലാനിലൊക്കെ ഇറ്റ് ഫസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് in 1980s by IEEE 802.3 സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ IEEE 802.3 എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ ലെയർ അല്ലേ, ഡിഫൈൻസ് ഫിസിക്കൽ ലെയർ ആൻഡ് ദ മീഡിയം ആക്സസ് കൺട്രോൾ. ഓക്കെ, അതായത് സബ് ലെയർ ഓഫ് ദി ഡാറ്റ ലിങ്ക് ഫോർ വയേർഡ് ഇതർനെറ്റ് നെറ്റ്വർക്ക്സിനാണ് ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. എതർനെറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്, ക്ലാസിക് എതർനെറ്റ് ആൻഡ് സ്വിച്ച്ഡ് എതർനെറ്റ്. അപ്പോൾ എതർനെറ്റ് 2 ടൈപ്പുണ്ട്, ക്ലാസിക് ആൻഡ് സ്വിച്ച്ഡ്. ഓക്കെ, അപ്പം ബേസിക്കലി ഇപ്പോൾ പറയുന്നത് എതർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുക അല്ലെ, എതർനെറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യല്ലേ, കേബിൾ വെച്ചിട്ട്, അതാണ് ഈ എതർനെറ്റ്. ഓക്കെ, പിന്നെ 802.3 ആണ് എതർനെറ്റ്. 802.11 ഇസ് വൈഫൈ. ഓക്കെ, വൈഫൈ എന്ന് പറഞ്ഞാൽ എന്താ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. നമ്മുടെ മൊബൈലിൽ, സ്മാർട്ട് TVയിൽ അങ്ങനത്തേനൊക്കെ അതെന്താ, വയേഴ്സ് ഇല്ല അല്ലേ, ഇൻസ്റ്റാളേഷനൊക്കെ ഈസിയാണ്. സിഗ്നൽ ഇൻ്റർഫറൻസ് ആണ് അത് വർക്ക് ചെയ്യുക. ഓക്കെ, സോ IEEE 802.11 is a part of IEEE 802 set of LAN protocols and specify the set of MAC and physical layer protocols for implementing വയർലെസ് LAN ആണ് ഇവിടെ യൂസ് ചെയ്യുക. സോ വൈഫൈ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ വേരിയസ് ഫ്രീക്വൻസി, അപ്പോൾ നമുക്ക് വേരിയസ് ഫ്രീക്വൻസിയിൽ ഇവിടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്താം. ബട്ട് നോ ലിമിറ്റഡ് ടു, അപ്പോൾ ഇവിടെ എന്താ ഒരു ലിമിറ്റേഷൻ ഇല്ലല്ലോ, എത്ര ഫ്രീക്വൻസി എന്നുള്ളൊരു ലിമിറ്റേഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് 802.16 അല്ലേ, അതെന്താണ്, വൈമാക്സ്. ഓക്കെ, അതെന്താണ്, ഇതിങ്ങനെ വയർലെസ് കമ്മ്യൂണിക്കേഷന് ഇപ്പോൾ വൈഫൈ ആണ് നമ്മൾ മുകളിൽ പറഞ്ഞത് അല്ലേ, 802.11. അത് വൈഫൈ ഒക്കെ നമുക്ക് ഇത്ര ഡിസ്റ്റൻസിലേ കിട്ടുള്ളൂ അല്ലേ, പക്ഷേ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ ലോങ് ഡിസ്റ്റൻസിൽ കിട്ടാനാണ് ഈ വൈമാക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ സ്റ്റാൻഡേർഡ് വൈമാക്സ് ടെക്നോളജി ഇസ് സ്റ്റാൻഡർഡൈസ് ഫോർ വയർലെസ് മാൻസ് അല്ലേ. മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര വൈഡ് ഏരിയയിലാണുള്ള മാൻ. ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ വർക്കിംഗ് ഗ്രൂപ്പ്സ് നമ്പർ ഓഫ് 16 അല്ലേ, സ്പെഷ്യലൈസ് ഇൻ പോയിന്റ് ടു മൾട്ടി പോയിന്റ് ബ്രോഡ്കാസ്റ്റ് വയർലെസ് ആക്സസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെവറൽ കിലോമീറ്റേഴ്സിലൊക്കെ ഒരു സ്മാർട്ട് സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വൈമാക്സ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 802.15.4.
ഇതെന്താണ് LRW ആണ് അല്ലേ. അപ്പോൾ എന്താണ് പാൻ എന്ന് പറഞ്ഞാൽ എന്താ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ LR എന്ന് പറഞ്ഞാൽ ലോ റേറ്റ്, W എന്ന് പറഞ്ഞാൽ വയർലെസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ലോ റേറ്റ് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ. So, 802.15.4 standard defines the MAC and physical layer used to by but not limited to networking specifications such as ZigBee, 6LoW അതൊക്കെ താഴെ പഠിക്കാണ്ട്. ഓക്കെ, അപ്പം ഈ പ്രോട്ടോക്കോൾ എന്താ പറയണത്, ഇതൊരു വയർലെസ് ആയിട്ട് വൈഡ് ഏരിയക്ക് കിട്ടാനാണ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ബാറ്ററി പവേർഡ് അങ്ങനത്തെ ഒക്കെ സിസ്റ്റംസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തേലൊക്കെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതെന്താണ് 2G 3G 4G മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇതെന്താ ഒരു സെല്ലുലാർ നെറ്റ്വർക്കാണ് അല്ലേ. നമ്മൾ GPS ട്രാക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തേലൊക്കെ യൂസ് ചെയ്യല്ലേ. അപ്പോൾ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ജനറേഷൻസ്. സോ IoT ഡിവൈസ് ആർ ബേസ്ഡ് ഓൺ ദീസ് സ്റ്റാൻഡേർഡ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓവർ സെല്ലുലാർ നെറ്റ്വർക്ക്. അപ്പോൾ ഇങ്ങനത്തെ സെല്ലുലാർ നെറ്റ്വർക്ക് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഏതാണ്, ഇതാണല്ലേ. 4G or 5G സെല്ലുലാർ ആണല്ലോ യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ നമ്മൾ ലിങ്ക് ലെയർ പറഞ്ഞു കഴിഞ്ഞു. ലിങ്ക് ലെയർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ,